ഇപ്പോൾ എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവരാരും നികുതി കൊടുത്തത് മുസ്ലിം ലീഗിനും CPM നും കോൺഗ്രസിനും ഒന്നല്ല. ഇവർ നികുതി കൊടുത്തത് സർക്കാരിനാണ്. ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് സർക്കാരാണ് ഈ റിഹാബിലിറ്റേഷനെ എങ്ങനെയാണ് റിഹാബിലിറ്റേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ നാട്ടിൽ പറയേണ്ടത് സർക്കാരാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജീവിച്ചിരുന്നവരൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഗൾഫിൽ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ, കൃഷി നടത്തി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ, 2000-3000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചിരുന്ന ആളുകൾ അവർ നിരാലംബരാവുകയാണ്. അങ്ങനെ നിരാലംബരാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ്, അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക. എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ, അവൻ്റെ അവകാശബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക. ഇതിലാദ്യം സർക്കാർ ആ ബോധത്തോടു കൂടിയാണ് ഈ ആളുകളെ സമീപിക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിൻ്റെ വോളണ്ടിയർമാർ ഭക്ഷണം കൊടുത്ത സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഭക്ഷണമൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ കൊടുത്തോളാം. ഈ ഈഗോ വീടിൻ്റെ കാര്യത്തിലും സ്ഥലത്തിൻ്റെ കാര്യത്തിലും സർക്കാർ കാണിക്കണം. നിങ്ങളെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന അഭിമാനമാണ് സർക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ പറഞ്ഞ വാക്കിനെ ഞാൻ നിരാകരിക്കാൻ നിൽക്കുകയല്ല. ഭക്ഷണമൊക്കെ നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നമ്മൾ ഇനിയിപ്പോൾ ഏത് പോലീസ് ഓഫീസർ വന്നാലും ഏത് ആൾ വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ പണി അത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം കൂടി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ പറഞ്ഞു വീട് ചെയ്യുന്നുണ്ട്. ആ വില്ലേജിന് ആവശ്യമായിട്ടുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഞങ്ങളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൊണ്ട് അവകാശങ്ങളെക്കുറിച്ചും ഈ മനുഷ്യരുടെ അവർക്ക് ഗവൺമെൻറ് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയാൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇതേ പ്രായത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകരും എനിക്കറിയാം, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സുനാമി, കവളപ്പാറ, അതുപോലെ തന്നെ പുത്തുമല, പെട്ടിമുടി, കൂട്ടിക്കൽ, ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളാണ്. ആ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളുടെ റിഹാബിലിറ്റേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന്, അവിടുത്തെ ആളുകളിൽ ആരാണ് പഴയ പോലെ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ മീഡിയയുടെ ആളുകൾ പറഞ്ഞോളൂ. ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള താനൂർ ബോട്ടപകടം, കട്ടക്കാട് ബോട്ടപകടം, തേക്കടി ബോട്ടപകടം റിപ്പോർട്ട് ചെയ്ത യങ്സ്റ്റേഴ്സായിട്ടുള്ള പത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ബോട്ടപകടത്തിൽ ദുരന്തം സംഭവിച്ചവരുടെ റിഹാബിലിറ്റേഷനെ, നഷ്ടത്തെ എങ്ങനെയാണ് ഗവൺമെൻറ് പരിഹരിച്ചത് എന്ന് നിങ്ങളൊന്ന് പറയും. അപ്പോൾ നാളെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വരുമ്പോൾ ഈ ദുരന്തങ്ങളെ മറന്നു പോകാനുള്ളതല്ല, മറന്ന് നമുക്ക് പോകാം. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം അതല്ല. അതുകൊണ്ട് റിഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്തമാണ്. രണ്ടാമത്, ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വന്നിട്ടുള്ള ഈ പാരിസ്ഥിതികമായിട്ടുള്ള വ്യതിയാനമുണ്ട്, പ്രകൃതിയുടെ വ്യതിയാനങ്ങളുണ്ട്. ഈ വ്യതിയാനം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പടപടപടാന്ന് പറഞ്ഞിട്ട് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു നിയമം രാജ്യം പാസ്സാക്കണം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു നിയമം രാജ്യം പാസ്സാക്കണം. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്, മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ്. ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ദുരന്തങ്ങൾ വരുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, ദുരന്തത്തിൻ്റെ മുഖത്ത് സംസാരിക്കരുത് എന്നൊക്കെ പറയാം നമുക്ക്. അതൊരു കോമൺ സെൻസിൻ്റെ പ്രശ്നമാണ്. എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കോമൺ സെൻസിൻ്റെ പ്രശ്നമാണ്. പക്ഷേ സംസാരിക്കാൻ പാടില്ല, കേസെടുത്ത് കളയും, ശരിയാക്കി കളയും എന്നൊക്കെ പറയുന്നത് അതൊരു ഫാഷിസ്റ്റ് മനോഭാവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇനി മുതൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന ബോധ്യം കൊണ്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. അടിയന്തരമായ ഒരു റിഹാബിലിറ്റേഷൻ പോളിസി വേണം, റിഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാവണം. ഈ മുൻ ദുരന്തങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരെ ഓർത്ത് ആ പ്രശ്നം ഇവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഗവൺമെൻറ് ഇതിൽ പാലിക്കൽ അനിവാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഇനി മുതൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ മുന്നിൽ പ്ലാനുകളില്ല എന്ന രീതിയിൽ തന്നെയാണ്, അതോ ഇപ്പോൾ നടപടികൾ ശരിയായിട്ട് എന്നുള്ളതാണ്? അല്ല, ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ മാത്രം നിർത്തിയിട്ട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കാളികളാവണം. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് എല്ലാവരെയും കൂടി, ഞാനതാ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് വേണ്ടത്. ഗവൺമെൻറ് ഒറ്റയ്ക്കൊരു പോളിസി എടുത്താൽ, കാരണം ആരൊക്കെയോ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ സഹായത്തെ എല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഇതിനകത്ത് നിൽക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ വേഗമായി പറഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ നിലവിൽ ഒരു മോഡലില്ല.
ഇതിന് തത്തുല്യമായ ദുരന്തം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ദുരന്തങ്ങൾ നടന്നിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതായത് സംഘടന നൽകുന്ന സഹായങ്ങളൊക്കെ നേരിട്ട് സർക്കാർ അങ്ങ് സ്വീകരിക്കുന്നു, സർക്കാർ നടപ്പാക്കുന്നതിൽ അതിലുപരിയായിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാവുന്ന ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള വിവിധ സംഘടനകൾ അവരൊക്കെ പലതരത്തിൽ അല്ലെങ്കിൽ മാറി മാറി പോകും. അവരൊക്കെ പലതലങ്ങളിൽ ഭൂമി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു വില്ലേജ് എക്കോസിസ്റ്റം ഉണ്ട്. അവിടെ ജീവിച്ച മനുഷ്യരാണ്. അവിടെ അവർക്ക് മനുഷ്യർ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് സഹായിച്ച ആളുകളാണ്. അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഗവൺമെൻറ്റിന് മാത്രം സാധ്യമാകുന്നതാണ്. പക്ഷേ അവിടെ വീട്, അവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ സഹായം ഗവൺമെൻറ് അതിന് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യണം.